ധാരാതിരൂപിണ വിഘ്നാൻ കുർവന്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശാസ്ത്രമാണ് ഈ പറയുന്നത്. ശ്രീമദ് ഭാഗവതം എല്ലാ ഉപനിഷത്തുകളെയും അടക്കി 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 വെച്ചിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം. 80% വേദാന്ത സത്യങ്ങളും പ്രഖ്യാപനങ്ങളും തത്വവിചാരങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമാണതിൽ. ആ ശ്രീമദ് ഭാഗവതം പറയുന്നു, ഒരാൾ സന്യസിക്കാൻ പുറപ്പെടുമ്പോൾ ദേവന്മാർക്ക് പോലും അസഹിഷ്ണുതയാണ്. അവർ പേടിക്കുന്നു, വിറകൊള്ളുന്നു. ഞങ്ങളുടെ സ്ഥാനങ്ങളും മാനങ്ങളും പോവുമല്ലോ. ലോകം മുഴുവനും ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി യാഗയജ്ഞങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ ഒരുത്തൻ, എനിക്ക് ഇഹലോക സുഖവും വേണ്ട, പാരത്രികമായി പരലോക സുഖവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ ആത്മാവ് മാത്രം മതി, മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഉൾ സുഖം, ഉൾ തൃപ്തി, ഉൾ സന്തുഷ്ടി, ഉൾ സൗഭാഗ്യം, ഉള്ളിലത്തെ മേന്മ, മഹിമ, അതേ എനിക്ക് വേണ്ടൂ എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനും കുപ്പിയിലടച്ച മാതിരിയായി. അവർക്കപ്പം പേടിയാ. എന്നിട്ട് ധാരാതിരൂപിണ, അവര് ഭാര്യയുടെ രൂപത്തിൽ, അതേ ജ്യേഷ്ഠൻ ഇങ്ങനെ പോയാൽ ഞാൻ വട്ടത്തിലാവും, പോവരുത് കേട്ടോ, എന്നാ കൂടെ വരൂ. കൂടെ വരാൻ എനിക്ക് പറ്റില്ല, കൂടെ വന്നോളെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പുരുഷനാണ്, ഞാൻ സ്ത്രീയാ, ഞാൻ അബലയാ എന്നൊക്കെ പറഞ്ഞ് അവർ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. ധാരാതിരൂപിണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ പറയും, മുതിർന്നവരുണ്ടാവും, ഭാര്യ, മക്കള്, ബാക്കിയുള്ളവരെല്ലാവരും. ആരെങ്കിലും ഒരാൾ സന്യസിക്കാൻ പോകുമ്പോൾ, എൻ്റെ മോനെ നിനക്കിങ്ങനെ ഒരു സന്യാസ ബുദ്ധി വന്നുല്ലോ, ഇത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിൻ്റെ മുത്തശ്ശനും ഞാൻ പറഞ്ഞത് കേട്ടു, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇത് സാധിച്ചില്ല, നീയാണോ ഈ സന്യാസിയാവാൻ പോണത്, എന്നാൽ ആയിക്കളയോ, എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നവരോ അനുമോദിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എപ്പോഴും പറയും, ഒരാൾക്ക് സന്യാസ ബുദ്ധി വന്ന ഗൃഹസ്ഥന്മാരായ നിങ്ങൾ മിണ്ടരുതെന്ന്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല അതിനെപ്പറ്റി പറയാൻ. നിങ്ങൾ പെറ്റുവളർത്തിയ കുട്ടിയാണ് സന്യസിക്കാൻ പോണത് എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. എന്തു വേണം മോനെ, നിനക്ക് സന്യസിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യൂ, ഇന്ന സ്ഥലത്ത് നല്ലൊരു ആശ്രമമുണ്ട്, അവിടെ ഒരു സന്യാസി വരുന്നുണ്ട്, ആ ആളുടെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കി നിനക്ക് സന്യസിക്കാനുള്ള യോഗ്യതയുണ്ടോ, നിനക്കത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ലോണം പരിശോധിച്ചിട്ട് പോയാൽ കൊള്ളാം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഈ മേഖല ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നീ പോകാൻ പുറപ്പെടുമ്പോൾ പോരുതെന്ന് പറയുന്നത് തെറ്റാണ്. ഇനി പൊക്കോളൂ എന്ന് പറയാൻ പൂർണ്ണമായിട്ട് ആശാഭാഷം സമ്മതിക്കണില്ല എന്ന് പറഞ്ഞ് അത് സന്യാസിമാർക്ക് വിട്ടുകൊടുക്കുക വേണ്ടത്. എന്നാൽ ഈ ഗൃഹസ്ഥന്മാർ ചെയ്യുന്നത് എന്താ? എത്രയും വേഗം കല്യാണം കഴിപ്പിക്കാനും വേറെ തരത്തിലുള്ള സൂത്രങ്ങളൊക്കെയാണ് അവർ പ്രയോഗിക്കുക. സ്വതവേ അവർ ചളിക്കുണ്ടില്ല. ഇങ്ങനെ ഒരാൾ ചളിയിൽ നിന്ന് കയറാൻ പുറപ്പെടുമ്പോൾ കൂടുതൽ വലിയ ചളിക്കുണ്ടിൽ കൊണ്ടിറക്കാനാണ് അവർ പുറപ്പെടുന്നത്. മിണ്ടരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിന് അധികാരമില്ല. നിങ്ങൾ സന്യസിച്ചിട്ടല്ലല്ലോ സന്യാസത്തിൻ്റെ മറുപടി പറയുന്നത്, അതിനെപ്പറ്റി വിമർശിക്കുന്നത്. അറിയാതെ എങ്ങനെയാണ് നിങ്ങൾ പറയുക? ഒരു വിദ്യയും പഠിപ്പും ഇല്ലാത്ത ആള് ഉത്തരക്കടലാസ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ ശരിയാവുമോ? ശരിയാവില്ല. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരെ മിണ്ടാതെ ഇരുന്നോളൂ. നിങ്ങൾക്കൊരു കാര്യം ഈ കാര്യത്തിൽ പറയാൻ അവകാശമില്ല, മിണ്ടാണ്ടിരിക്കണം. സന്യാസ ബുദ്ധി നിങ്ങളുടെ കുട്ടിക്ക് വന്നാൽ അത് സന്തോഷിച്ച് സമാധാനിച്ച്, എൻ്റെ ഈശ്വര, ഞാൻ പെറ്റു വളർത്തി എൻ്റെ അമ്മിഞ്ഞ കുടിച്ച ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി വന്നൂല്ലോ എന്ന് വിചാരിച്ച് അതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞ് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് അനുഗ്രഹിച്ചയക്കുക. ഇതാണ് നിങ്ങൾ വേണ്ടത്. 7 തലമുറ മുൻപും 7 തലമുറ പിന്നിലും ആ കുടുംബം മുഴുവനും പവിത്രമായി എന്നാണ് പറയുന്നത്. പ്രഹ്ലാദനോട് നരഹരി പറയുന്നതാ, എൻ്റെ അച്ഛൻ അറിവില്ലായ്മ കൊണ്ട് അങ്ങയോട് ദേഷ്യപ്പെട്ടതും പോരിന് വിളിച്ചതുമൊക്കെയാണ്. ഗതി ഇങ്ങനെ ആയിരിക്കുന്നു, ഇതെവിടെ കിടക്കണു. എൻ്റെ അച്ഛൻ കാണിച്ചിട്ടുള്ള അപരാധമെല്ലാം പുറത്ത് അദ്ദേഹത്തിന് ക്ഷമ കാണിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നരഹരി പറയുക, എൻ്റെ മോനെ, നീ അതിനെപ്പറ്റി വിഷമിക്കണ്ട, നീ ആ കുടുംബത്തിൽ ജനിച്ചുവല്ലോ. ആ ജനിച്ചതിൻ്റെ പേരിൽ അച്ഛന് മാത്രമല്ല 21 തലമുറ പിന്നും 21 തലമുറ അവിടുന്ന് അങ്ങടും പരമശുദ്ധവും പവിത്രവും അനുഗ്രഹീതമായി എന്ന്. അപ്പം ആരെങ്കിലും ഒരാൾ ഒരു കുടുംബത്തിൽ സന്യസിച്ചാൽ ആ സന്യാസം കൊണ്ടുള്ള നേട്ടം, എന്ത് നേട്ടം? അതുകൊണ്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ നമുക്ക് 2 തരത്തിലുള്ള അനുഗ്രഹമാണ്. ഒന്ന് അഭ്യുദയം, പിന്നെ ഒന്ന് നിശ്രേയസം. ഒന്ന് ഭൗതികമായിരിക്കുന്ന ഐശ്വര്യാഭിവൃദ്ധി, പഠിപ്പ് മുതലായതൊക്കെ. പിന്നെ ഒന്ന് ആന്തരമായിരിക്കുന്ന ധർമ്മം, മൂല്യം എന്ന് പറയുന്ന അധ്യാത്മമായിരിക്കുന്ന നേട്ടം. ഇത് രണ്ടും ഉണ്ടാവും. അപ്പം അത്ര വിശേഷപ്പെട്ടതാ. അതിന് പകരം ഇവിടെ എന്താ? ധാരാതിരൂപിണ വിഘ്നാൻ കുർവന്തി എന്നാണ് പറയണത്. ആരാ അതിന് കാരണം? ദേവന്മാരാ.
അപ്പം ദേവന്മാർക്ക് ഇരിക്കപ്പുറതിയില്ലാതെയായി പരിഭ്രമിച്ച് ഈ ആള് ഞങ്ങളുടെയൊക്കെ ലോകത്തിന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണല്ലോ. ഒരാൾ വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ ആളുടെ മനസ്സിൽ ശക്തി എത്ര ഉണ്ടാവണം, എത്ര കേമനാവണം. ഒരു കുന്ന് സ്വർണം കണ്ടു, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് തട്ടി അങ്ങോട്ട് പോകുന്നവനോ മേലെ, അതോ അത് മുഴുവനും കയ്യിലാക്കാൻ പുറപ്പെടുന്നവനോ മേലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിപ്രസ്യ വൈ സന്യസതോ ദേവാദാരാതിരൂപിണഃ വിഘ്നാൻ കുർവന്ത്യയം ഹ്യസ്മാൻ ആക്രമ്യ സമയാത്പരം ബിഭ്രിയാച്ചേൻ മുനിർവാസഃ കൗബീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡപാത്രാഭ്യാം അന്യത് കിഞ്ചിത് അനാപതി. ഇപ്പം ഇത്ര നാളും ഗൃഹസ്ഥന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്, വാനപ്രസ്ഥനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി ശ്രീകൃഷ്ണൻ വിടുന്നില്ല, സന്യാസന്മാരെ പറ്റിയിട്ടും പറയുന്നുണ്ട്. സന്യാസവൃത്തി, സന്യാസനിഷ്ഠ എന്ന് പറയുന്നത് 4ാമത്തെ ആശ്രമമാണ്. ഞാൻ മുമ്പും പറഞ്ഞു, ഇനിയും പറയും, അനവധി തവണ പറയും. എന്ത്? നിങ്ങളൊക്കെ 2 ആശ്രമികളാണ്, ദ്വയാശ്രമികളാണ്. നമ്മൾ എന്തു വേണം? 4 ആശ്രമം നമുക്ക് വേണം. ആ 4 ആശ്രമത്തിൽ പകുതി മാത്രം അനുഭവിച്ച് പിൻവാങ്ങുന്നവരാണ് നിങ്ങൾ. അപ്പോൾ വാനപ്രസ്ഥനെ പറ്റി പറഞ്ഞു, ഇനി സന്യാസിയെ പറ്റി പറയാ. ബിഭ്രിയാച്ചേൻ മുനിർവാസഃ കൗബീന ആച്ഛാദനം പരം. ഒരു സന്യാസി, പരിവ്രജനം നടത്തുന്ന സന്യാസി ഒന്നും ആവശ്യപ്പെടരുത്, കൗബീനം മാത്രമേ പാടൂ. എന്താ കൗബീനം ധരിക്കുക എന്ന് പറഞ്ഞാൽ? ആ ഗുഹ്യപ്രദേശം ഒന്നും മറയ്ക്കുക, മനുഷ്യരെ ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ മൃഗങ്ങളല്ലല്ലോ. ഇനി അത് വിട്ട് എന്തെങ്കിലും ഒരു വസ്ത്രം സന്യാസി ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ കൗബീനാച്ഛാദനം പരം, ആ കൗബീനം മറയ്ക്കാൻ മാത്രമുള്ള ഒരു അരയിൽ ഉടുക്കാനുള്ള ഒരു തുണിയെ ആവശ്യപ്പെടാൻ പാടുള്ളൂ. ബിഭ്രിയാച്ചേൻ മുനിർവാസഃ കൗബീനാച്ഛാദനം പരം, ഒരു സാധനവും കയ്യിൽ കൂട്ടരുതെന്ന്. ത്യക്തം ദണ്ഡപാത്രാഭ്യാം അന്യത് കിഞ്ചിത് അനാപതി. ആപത്തോ ശരീരത്തിന് രോഗമോ അങ്ങനെ ഒന്നും വരാതെ ഇരിക്കുന്നിടത്തോളം കാലം ദണ്ഡപാത്രാഭ്യാം ത്യക്തം, ഉടുക്കാനായി കൗബീനം മറയ്ക്കാനുള്ളൊരു വസ്ത്രം ഡബിള് വേണം, ഞെരാണി വരെ താഴ്ന്നുടുക്കണം, അങ്ങനെയൊന്നുമില്ല. അരയിൽ ഉടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മുട്ടിന് മീതെ ആയാലും കൊള്ളാം, അല്പം ഇറങ്ങി നിന്നാലും കൊള്ളാം. അരയിലൊരു വസ്ത്രം വേണം, അതേ ആവശ്യപ്പെടാൻ പാടുള്ളൂ. പിന്നെയോ ദണ്ഡപാത്രാഭ്യാം, നടക്കുന്നത് പല സ്ഥലത്ത് കൂടിയാവും, അവിടെ മൃഗങ്ങളുണ്ടാവാം. അപ്പം അവർക്കൊക്കെ ഒരു സ്വല്പം ഭയവും ആത്മരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഒരു ദണ്ഡം കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ആ ദണ്ഡത്തിന് ഇപ്പോൾ വലിയ വിശേഷമൊക്കെ ആക്കിയിരിക്കുക. ഓരോ ചാതുർമാസ്യത്തിനും ഓരോ കമ്പ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ അലങ്കാരങ്ങളൊക്കെ അതിൽ വരുമല്ലോ, മനുഷ്യരുടെ സ്വഭാവമാണല്ലോ അത്. അപ്പം ദണ്ഡം. വെള്ളം കുടിക്കാനായിട്ടോ ഒരു പാത്രം. ആ കമണ്ടലു എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു ഒരു മരത്തിലുള്ള കായാണ്. ഇപ്പം അടുത്ത കാലത്ത് പറഞ്ഞു കേട്ടു, ഞാൻ വായിച്ചില്ല, ശരിയാണോ എന്നറിയില്ല. വടക്കുനാഥൻ ക്ഷേത്രം തൃശ്ശൂരിൽ ഈ കമണ്ടലു ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കായ ഉണ്ടല്ലോ, ആ കായ അവിടെ മരത്തിലുണ്ടായിട്ടുണ്ടത്രേ. ഒരെണ്ണയുള്ളൂ എന്നാണ് പറയുന്നത്. പറ്റിയാ ഒന്ന് പോയി കാണണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ കമണ്ടലു എന്ന് പറയുന്നത് ഒരു ജലം പാത്രമാണ്. ഈ വഴി നടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണമല്ലോ, അത് നടക്കുമ്പോൾ വെയിലത്ത് നടക്കുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു പാത്രം, പിന്നെയോ ഒരു ദണ്ഡ്, പിന്നെയോ കൗബീനം, അത് മൂടാനായിട്ടുള്ള ഒരു അരവസ്ത്രം, ഒരൊറ്റമുണ്ട്, ഇത്രേ പാടുള്ളൂ. അന്യത് കിഞ്ചിത് അനാപതി, ആപത്തില്ലാത്ത സമയത്ത്, ആപത്ഘട്ടം അല്ലെങ്കിൽ ഇതിൽ മേറെ ഒന്നും പാടില്ല. വല്ലാത്തൊരു പനിയുണ്ട്, തണുത്ത പ്രദേശമാണ്, എന്തെങ്കിലും ഒന്ന് മേല് മൂടാനായിട്ട് അപ്പാവാം, അത് കഴിഞ്ഞാൽ അത് വിട്ടുകളയണമെന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ആഡംബരപ്രിയമായിരിക്കുന്ന മനുഷ്യ മനസ്സ്, ആലഭാരങ്ങൾ വേണം എന്ന് വിചാരിക്കുന്ന മനുഷ്യ മനസ്സ്, ഈ ആലഭാരങ്ങളെയും ആഡംബരങ്ങളെയും വിട്ട് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് സ്വച്ഛന്തം ഉൾപൂർണതയോടുകൂടി ആന്തരമായ സമൃദ്ധിയോടുകൂടി ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ സമർത്ഥമാണ്. അത് വെമ്പൽ കൊള്ളുന്നുമുണ്ട്. അങ്ങനെ ഒരു മനസ്സാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ന് മനസ്സിലാക്കൂ. നാം വല്ല രാജ്യത്തെക്കുറിച്ച് പറയല്ല, വല്ല ജനസമുദായത്തെക്കുറിച്ച് പറയല്ല, ഭാരതത്തിലുള്ള ജനവിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ ഭാരതത്തിൽ ചുരുങ്ങിയത് 10 or 100 പേര് സന്യസിക്കുന്നുണ്ടാവും. അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു ജനവിഭാഗമൊന്നുമല്ല, ഒരു നിഷ്ഠയൊന്നുമല്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ പല യാത്രികളും വരും. അതിൽ ചെറുപ്പക്കാരും ഉണ്ട്, അല്പം പ്രായം കൂടിയവരും ഉണ്ട്, പലതരമാണ്. നമുക്ക് പറ്റാത്തവരെ പറ്റി ഞാൻ പറയുന്നില്ല, എല്ലാവരും ഇവിടെ വരുന്നുണ്ട്.
എന്താ വന്നേ ചോദിക്കും. അവർക്ക് ഭിക്ഷ കഴിച്ച് അല്ലെങ്കിൽ പ്രാതലാണെങ്കിൽ പ്രാതൽ കഴിച്ച് എന്തെങ്കിലും കുറച്ച് പൈസയും കൊടുത്ത് യാത്രയ്ക്ക് അയക്കാറുണ്ട്. അതിൽ പലതരത്തിലാണ്. വെറുതെ വേഷിട്ടിട്ട് വരുന്നവരുമുണ്ട്, അത് കുറവാണ്. അപ്പോൾ ആ യാത്രകളിൽ ചിലരോട് ഞാൻ ചോദിക്കുമ്പോൾ പറയും, മീശ മുളയ്ക്കാത്ത കുട്ടി പോലും സന്യാസിമാരുടെ ഇടയിൽ സന്യസിച്ചു വന്നിരിക്കുക. നമ്മുടെ രാജ്യത്തിൽ ഇത്രയധികം ഈ സന്യാസം എന്നുള്ള ഒരു നിഷ്ഠയോട് ഇത്ര പ്രതിപത്തി ജനങ്ങൾക്ക് സ്വാഭാവികമായി സരളമായി അവരുടെ മനസ്സിൽ ഉദിക്കാൻ എന്താ കാരണം? അതാണ് നമ്മുടെ രാജ്യത്തിന് പുണ്യഭൂമി എന്ന് പറയുന്നത്. പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ പുണ്യം ഇങ്ങനെ വിളയുക, നെല്ലും ഗോതമ്പും വിളയുന്നത് പോലെ. ഇവരൊക്കെ ഗൃഹസ്ഥന്മാർക്ക് ജനിച്ച കുട്ടികളാണ്. അപ്പം സന്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ മകുടമാണ്, മകുട ചൂടാമണിയാണ്. ആ സന്യാസം വേണമെന്ന് ചിലർക്ക് തോന്നുക. ആ സന്യാസത്തിൽ എന്താ? ഗൃഹസ്ഥാശ്രമത്തിൽ ഒക്കെ വേണം ഒരുക്കു കൂട്ടുക, നാളത്തേക്ക് വേണ്ടി ശേഖരിച്ചു വയ്ക്കുക, വില്ലൊക്കെ എഴുതി വെച്ച് മരിക്കുക. കുട്ടികൾക്ക് ധാരാളം ഉണ്ട്, എന്നാലും നമ്മുടെ കയ്യിലുള്ള സ്വത്ത് പിന്നെയും അവർക്ക് എഴുതി വയ്ക്കുക. എന്നാൽ കുട്ടികൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ജനസമുദായത്തിന് നല്ലതിന് വേണ്ടി കൊടുക്കുന്നവരുമുണ്ട്. എല്ലാം കുട്ടികൾക്ക് കൊടുക്കാതെ കുറച്ച് കുട്ടികൾക്ക് കൊടുത്ത് ഭൂരിഭാഗം കൊടുക്കുന്നവരുണ്ട്, തുല്യഭാഗം കൊടുക്കുന്നവരുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിഷ്യന്മാരൊരു കുടുംബമുണ്ട്. അവരുടെ കുടുംബത്തിൽ കുട്ടികളൊക്കെ മുൻശുണ്ടികളും കുറേയൊക്കെ തലയ്ക്ക് തകരാറുള്ളവരാണ്. നല്ല പണക്കാരാ, ധാരാളം സത്തുണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ ധാരാളം കാണാം. അപ്പോൾ അവരുടെ അച്ഛൻ എന്നോട് ചോദിച്ചു, സ്വാമിജി ഞാൻ എന്താ വേണ്ടത്? അപ്പോൾ കുട്ടികൾക്കൊക്കെ വ്യവസായവും മേഖലയും അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടോ ആ സ്വത്ത് എത്ര ഭാഗം വയ്ക്കണോ വെച്ചോളൂ, +1. ഇപ്പം 4 ആണെങ്കിൽ 4 + 1 5 ഭാഗം വയ്ക്കുക. 3 ആണെങ്കിൽ ഇപ്പം മക്കളുണ്ട്, ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചോളൂ. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തു, അവർക്കൊരു ഭാഗം ഉണ്ടെങ്കിൽ അവർക്ക്, ആൺമക്കൾക്കുണ്ടെങ്കിൽ അപ്പോൾ എത്ര മക്കളുണ്ടോ ആ മക്കളും +1 വയ്ക്കുക. അപ്പം 4 ആണെങ്കിൽ 5. ആ 5 വെച്ചിട്ട് 5ാമത്തെ ഭാഗം ധാർമ്മിക കാര്യങ്ങൾക്ക് കൊടുക്കുക. ആ ധാർമ്മികം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ സാമൂഹ്യം ദൈവികം എന്ന് രണ്ടുണ്ട്. അത് ദൈവിക കാര്യങ്ങൾക്കാണ് മുമ്പ് കൊടുക്കേണ്ടത്. ഈ ദൈവികം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഉടനെ എല്ലാവരുടെ മനസ്സിലും വരുന്നത് ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളുമാണ്. അവിടെയാണല്ലോ ഗൃഹസ്ഥന്മാർ ധാരാളം പോയിട്ട് വഴിപാട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പലരും ദേവസ്ഥാനങ്ങൾക്ക് പോകാതെ ആശ്രമങ്ങളെ തേടി പോകുന്നവരുണ്ട്. ഇപ്പോൾ ഋഷികേശിൽ പോയാൽ പല ആശ്രമങ്ങളാണ്. ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമൊക്കെ അവിടെ ആൾക്കാർ പോകും. അവർ വന്നതെന്താ? ഞങ്ങൾക്ക് ഒരു ഉപഹാരം ഇവിടെ തരാനുണ്ടെന്ന് പറയും, ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ടാൽ പോകും. അവർ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് ആർക്കായി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യം കൊടുക്കേണ്ടത് മനുഷ്യരൂപത്തിലുള്ള ദേവസ്ഥാനങ്ങളിലേക്കാണ്. അതാണ് ആശ്രമങ്ങൾ. അത് നിങ്ങളുടെ മനസ്സിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തു വേണം? ദേവസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അതാണ് ഇവിടെ കൂടുതലും മനുഷ്യർ കൊടുക്കുക. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ എത്രയാണ് ടൺ കണക്കിനാണ് അവിടെ സ്വർണം നമ്മുടെ ദേവസ്ഥാനങ്ങളിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണല്ലോ. അപ്പോൾ ദേവകാര്യങ്ങൾക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാമൂഹ്യ സേവനം ചെയ്യുന്ന സ്ഥലങ്ങൾക്ക്, വിദ്യാഭ്യാസമാകട്ടെ, ആസ്പത്രി ആകട്ടെ, വൃദ്ധജനവാസ കേന്ദ്രമാവട്ടെ, അങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് കൊടുക്കുക. 5 പങ്ക് വെച്ച് 4 കുട്ടികൾക്കും 1. അങ്ങനെ ആയാൽ നിങ്ങളുടെ സ്വത്ത് ശുദ്ധമാവും. വരും കാലത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമാന്ദ്യതകളോ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സോ ഇല്ലാത്ത കുട്ടികൾ ജനിക്കാൻ കാരണമാവും എന്ന് പറഞ്ഞു ഞാൻ. എന്തിനാ ഞാനിത് പറയുന്നത്? എല്ലാവരും പിടിച്ചു പൊത്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് ഈ സന്യാസം. എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ ഋഷഭ ചക്രവർത്തി പാലസിൽ നിന്നാണ് പുറത്തു കടന്ന് അവധൂതനായി തീർന്നത്. ഇന്നേ വരെ പാലസ്, മഹാരാജാവ്, ചക്രവർത്തി ആ നിമിഷം മുതൽ അവധൂതനായി പുറത്തു കടന്നു. എന്താ അതിന് കാരണം? നമ്മുടെ മനുഷ്യ മനസ്സിന് അതിനുള്ള ഉജ്ജ്വലതയും ശക്തിയും ഐച്ഛികത്വമുണ്ട് എന്ന് മനസ്സിലാക്കൂ. ആരായി സന്യസിക്കുന്നത്? ഗൃഹസ്ഥന്മാർ. ആ സന്യസിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ രസിക്കണം, ആഹ്ലാദിക്കണം, സന്തോഷിക്കണം, ആറാടണം. അതുവരെ ധാരാളം പണം ശേഖരിച്ച് സന്തോഷിക്കുകയായിരുന്നു. ഇന്ന് ശേഖരിക്കാതെ വിട്ടിട്ട് സന്തോഷിക്കുക. ഞാനോ എൻ്റെ കയ്യിലുള്ളതൊക്കെ വിട്ടു, ഇതാ പക്ഷിയെപ്പോലെ പറക്കണു എന്ന് പറയാൻ. അങ്ങനെ ആവും. ബിഭ്രിയാച്ചേൻ മുനിർവാസ കൗബീനാച്ഛാദനം പരം
ത്യക്തം ന ദണ്ഡപാത്രാഭ്യാം അന്യത് കിഞ്ചിത് അനാപദീ. അപ്പോൾ വസ്ത്രം എത്രത്തോളം വേണം, കയ്യിലുള്ള പാത്രങ്ങളും സൗകര്യങ്ങളും എത്ര വേണം എന്നുള്ളതിന് പ്രമാണമായി. അങ്ങനെ നടക്കുന്ന സമയത്ത് അതേവരെ ബാഹ്യദേവന്മാരെയും ബാഹ്യമായിരിക്കുന്ന ഭൗതികമായ ദ്രവ്യമയമായ കർമ്മങ്ങളെയും ആശ്രയിച്ചാണ് ഇരുന്നത്. ഇപ്പോഴോ നടക്കുന്ന സമയത്ത് ദൃഷ്ടിഭൂതം ന്യസേത്പാദം വസ്ത്രഭൂതം പിബേജ്ജലം സത്യഭൂതാം വദേദ്വാചം മനഃഭൂതം സമാചരേത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ കേൾക്കണമെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്ത് ഇതിൻ്റെ പുണ്യാനുഗ്രഹങ്ങൾ തലമുറകളായിട്ട് നിൽക്കും. ഈ ശ്രീമദ് ഭാഗവതം വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. ഇത് ഉപായപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പുണ്യം പുണ്യം എന്ന് പറയുകയാണെങ്കിൽ പുണ്യത്തിൻ്റെ പരമാവധിയാണ്. അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റമാണ്. ഇത് വിട്ടു പിന്നെ ഒന്നുമില്ല. നോക്കൂ, ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കേട്ട് ആസ്വദിക്കെങ്കിലും ഉണ്ടല്ലോ. കേട്ടിട്ട് ആസ്വദിക്കുക, ചെയ്യാൻ അത് പിന്നെ ആവട്ടെ. പരീക്ഷിത്ത് എന്താ ചെയ്തേ? എന്തെങ്കിലും ഒന്ന് ചെയ്തു? ചെയ്തില്ലല്ലോ. ഒക്കെ കേട്ടല്ലേ ഉള്ളൂ. അവിടെ ഇരുന്ന് 7 ദിവസം കേട്ടു. 7-ാം ദിവസമോ കേട്ടതിൻ്റെ ഫലമായി തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ലോകവസ്തുക്കളിൽ നിന്ന് പിൻവലിപ്പിച്ച് മനസ്സിനെയും ബുദ്ധിയെയും പിൻവലിച്ച് അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അമർന്നങ്ങോട്ട് ഇരുന്നു. ഇത് സാധിച്ചു പരീക്ഷത്തിന്. ഒരു പർവ്വതത്തിലേക്ക് പോയില്ല, ഒരു നിഷ്ഠ ആചരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഇരുന്ന് കേട്ടേ ഉള്ളൂ. ആ കേൾക്കുന്നതിന് വലിയ ശക്തിയാണ്. ദൃഷ്ടിഭൂതം ന്യസേത്പാദം. കാലടി വയ്ക്കുന്ന സമയത്ത് ഓടാനും ചാടാനും പോകാതെ, ചെരുപ്പുണ്ടെന്ന് പറഞ്ഞ് ഒരു സാഹസികത കാണിക്കാതെ നടക്കുന്ന സ്ഥലം നോക്കി അവിടെ ഉറുമ്പോ ഏതെങ്കിലും കൃമിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിനെ കൊല്ലാതെ ഹിംസിക്കാതെ നോക്കി ശുദ്ധമാണെന്ന് തോന്നുന്ന സ്ഥലത്തിൽ കാലെടുത്ത് വെച്ച് പോകാം. ദൃഷ്ടിഭൂതം ന്യസേത്പാദം. ആരുടെ കാല്? തൻ്റെ കാല്. ദൃഷ്ടിഭൂതം നോക്കി പരിശുദ്ധമാക്കിയതിന് ശേഷം അവിടെ കാലെടുത്ത് വയ്ക്കുകയാണ്. ഭൂമി അതിൻ്റെ പാട്ടിലുള്ളതാണ്. അതിൽ വെള്ളമൊഴിച്ച് കഴുകാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പം കണ്ണുകൊണ്ട് നോക്കി പവിത്രത. എന്താ ഈ പവിത്രത? ഇഴജന്തുക്കളൊന്നും ഉണ്ടാവരുത്, ചെറിയ ചെറിയ പ്രാണികളും അവിടെ ഉണ്ടാവരുത്, ഞാനായിട്ട് കൊന്നൂന്ന് വരരുത് എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് നല്ലോണം നോക്കി ഭംഗിയായിട്ട് നടക്കുക. ദൃഷ്ടിഭൂതം ന്യസേത്പാദം വസ്ത്രഭൂതം പിബേജ്ജലം. വസ്ത്രഭൂതം. പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും നല്ല വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം എന്തു വേണം? കയ്യിലുള്ള മുണ്ട് 2 or 3 ആയിട്ട് മടക്കി ആ മടിയുടെ മുകളിൽ കൂടി വെള്ളം ഒഴിക്കുക. അപ്പം അതിലുള്ള കരടും കാലികളും ഒക്കെ മാറി നിൽക്കും. അത് ചെയ്തതിന് ശേഷം വേണം വെള്ളം കുടിക്കാൻ. എന്തു പറയണു നിങ്ങൾ? നമ്മുടെ ഇവിടെ ആയുർവേദത്തിൽ അണുതൈലം എന്ന് പറഞ്ഞൊരു തൈലുണ്ട്. ഈ അണുതൈലം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്, എനിക്ക് അറിയാവുന്നത് ഇതാണ്. വലിയൊരു ചരക്കെടുത്ത് ഉമ്മർത്ത് വയ്ക്കുമോ അത്രേ. എന്നിട്ടോ അതിൻ്റെ മുകളിൽ ഒരു 4-5 ഇഴ വലിയ തുണിയെടുത്ത് അങ്ങോട്ട് വിരിക്കും. അപ്പോൾ ആ മഴവെള്ളം ഇങ്ങനെ വീഴും. ആ വീണ വെള്ളം അരിച്ചെടുത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അണുതൈലം ഉണ്ടാക്കുക. വസ്ത്രഭൂതം പിബേജ്ജലം സത്യഭൂതാം വദേദ്വാചം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ മതം, ഈശ്വരവിശ്വാസം, ആരാധന എന്നൊക്കെ പറയുന്നത് നമ്മളിൽ നിന്ന് അന്യമായ ഒരു സ്ഥലത്തെ നോക്കിക്കൊണ്ടാണ്. എവിടെയാ ഈശ്വരൻ? എത്രയോ അകലെ. താനാണോ? അല്ല, തന്നിൽ നിന്ന് വ്യത്യസ്തൻ. അപ്പം താനല്ലാത്തതും വളരെ അകന്നിരിക്കുന്നതും അദൃശ്യനുമായിരിക്കുന്ന ഒരു ഈശ്വരനെ ലാക്കാക്കിയാണ് നാം ചെയ്യുന്ന പൂജകളും നിഷ്ഠകളുമെല്ലാം. എന്നാൽ അധ്യാത്മ ജീവിതത്തിൽ ആ നില സമ്പ്രദായം മാറും. താൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ചിന്ത മുഴുവനും എല്ലാം തന്നെ തൻ്റെ വ്യക്തിത്വത്തെ ഉദ്ദേശിച്ചുകൊണ്ടും അതിൻ്റെ വിവിധ തലങ്ങളെ ശുദ്ധീകരിച്ച് ക്രോഡീകരിച്ച് ധന്യമാക്കി തീർക്കാനുള്ളതാണ് അധ്യാത്മവിദ്യ, അധ്യാത്മജീവിതം. അപ്പം എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. സത്യഭൂതാം വദേദ്വാചം. സംസാരിക്കുന്ന സമയത്ത് താൻ സംസാരിക്കുന്നത് സത്യഭൂതമാണോ? സത്യം എന്ന് പറയുന്ന മാനദണ്ഡത്താൽ പവിത്രമാക്കിയതാണോ? എന്തെങ്കിലും നുണ, കളവ്, ചതി, വിളവ്, തിരിവ് എന്തെങ്കിലും പറയുന്നുണ്ടോ? രുദ്രാക്ഷമാല കഴുത്തിലും മറ്റൊന്ന് മനസ്സിലും എന്നുള്ള നിലയാവരുത്. ശരിക്കുള്ള കാര്യങ്ങൾ പറയണം. സത്യഭൂതാം വദേദ്വാചം മനഃഭൂതം സമാചരേത്. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നതാണ് മനഃഭൂതം സമാചരേത്.
മനസ്സുകൊണ്ട് ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആചരിക്കാൻ പാടുള്ളൂ. അപ്പോൾ താൻ ചെയ്യുന്നതായ പ്രവൃത്തികൾ, ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാ? മനസ്സിൽ ചിന്ത, നാവുകൊണ്ട് സംസാരം, കൈകാലുകൾ കൊണ്ട് പ്രവൃത്തി. ഇങ്ങനെ 3 എണ്ണമാണല്ലോ നമുക്കുള്ളത്: ചിന്ത, വാക്ക്, പ്രവൃത്തി. ഈ 3 എണ്ണത്തിലും മനഃപൂതമായിരിക്കണം. മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കി, തത്വവിചാരം നടത്തി, ശുദ്ധമാക്കി, ശുദ്ധ മനോഭാവത്തോടുകൂടി പവിത്രമായതേ ചെയ്യാവൂ. ഒരു സന്യാസിയല്ലേ, എന്തിനു ഓടണം, എന്തിനു ചാടണം? ഇപ്പം ഞങ്ങളൊക്കെ ആശ്രമത്തിൽ വലിയ തിരക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 കൈയും 24 മണിക്കൂറും പോരാ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ. എന്നാൽ ഞാൻ ചെയ്യുന്ന ജോലി എവിടെയാ? നമുക്കൊരു ആഫീസ് മുറി ഉണ്ട്, അവിടെ ഇരിക്കും. സത്സംഗത്തിൽ ആരെങ്കിലും കാണാൻ വന്നാൽ താഴത്തും വരും, ഒന്നിലോ താഴത്ത് ഇല്ലെങ്കിൽ മുകളിൽ. ഇങ്ങനെയാണ് എൻ്റെ ജീവിതം. ഞാൻ എന്താ ചെയ്യുന്നത്? 2 കാര്യമേ ചെയ്യുന്നുള്ളൂ. ഒന്നുകിൽ സംസാരിക്കും, ഇല്ലെങ്കിൽ എഴുതും, അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും ആ ഡിക്റ്റാഫോണിലേക്ക്. ഇതേ ഞാൻ ചെയ്യാറുള്ളൂ. വേറെ ഒരു പ്രവൃത്തി എനിക്കില്ല. പിന്നെ അത്യാവശ്യം കുളിക്കുക, പല്ല് തേക്കുക, മലമൂത്ര വിസർജനത്തിന് പോവുക, ഇതേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും മനഃപൂതം സമാചരേ. നാം ചെയ്യുന്നതൊക്കെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന മൂശയിൽ തന്നെ വേവിച്ച് ശുദ്ധമാക്കിയിട്ട് വേണം. നല്ലോണം ആലോചിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ശരിയാണോ. ഇനി സംശയം ഉണ്ടെങ്കിലോ മുതിർന്നവരോടോ അറിവുള്ളവരോടോ പോയി ചോദിക്കുക. ഞാൻ തന്നെ എല്ലാറ്റിനും ഉത്തരം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല. അർജുനൻ ഒടിഞ്ഞു കുഴഞ്ഞ് തൂങ്ങി രഥത്തടത്തിൽ ഇരുന്നു. അവിടുന്ന് എണീപ്പിക്കാൻ ആരുണ്ട്? സുഭദ്ര അടുത്തുണ്ടോ? സഹോദരന്മാരടുത്തുണ്ടോ? ആരുമില്ല. ഒരു തേരാളി കൃഷ്ണൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ കൃഷ്ണൻ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് കയ്യെ പിടിച്ച് എണീപ്പിക്കുകയല്ല ചെയ്തത്. അർജുന, നിന്റെ നിലപാട് വലിയ തെറ്റ്, പരമബദ്ധം, പമ്പരവിഡ്ഢിത്തം, സത്യം വേറെയാണ്. ഞാൻ കേട്ടോളൂ, ക്ലൈബ്യം ആസ്മഗമഃപാർത്ഥ എന്നാ ഉപദേശിച്ചത്. അപ്പം എല്ലാം നമുക്ക് അറിയുമെന്ന് വിചാരിക്കരുത്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി കൊതിച്ച് യുദ്ധം ചെയ്യണം, അതിൽ വിജയശ്രീലാളിതനാവണം എന്ന് വിചാരിച്ചു വന്ന അർജുനൻ ആ 13 കൊല്ലത്തെ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ടാണ് അർജുനൻ വല്ലാതെയായി തീർന്നത്. ആ വല്ലായ്മ നീക്കാൻ തൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, കൃഷ്ണൻ്റെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അതേപോലെ ഉദ്ധവൻ വല്ലാതെ മനസ്സിന് കുഴക്കമായിട്ട് കിടക്കുക. അദ്ദേഹത്തിനെയും സഹായിക്കാൻ കൃഷ്ണൻ്റെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനും ബുദ്ധിക്കും പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും കല്യാണം കഴിച്ച കൂട്ടരും ഒരാളുടെ കയ്യിലും ഒന്നും ഉണ്ടാവില്ല. ഒക്കെ പാപ്പരകളാണ്, ഒന്നുമില്ല അവരുടെ കയ്യിൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളിലേ ഉള്ളൂ. എന്ത് പ്രതിസന്ധിയും നേരിടാനുള്ള ശക്തി ആത്മബലം നൽകുന്നതാണ്. മനഃപൂതം സമാചരേ. നമ്മൾക്ക് ശാസ്ത്രവാക്യങ്ങളും ധർമ്മനിർദ്ദേശങ്ങളും പലതും ഉണ്ടാവാം. എന്നാൽ പ്രത്യേകമായ ഓരോ സന്ദർഭം വരുമ്പോൾ ഈ ധർമ്മം എന്തു പറയുന്നു എന്ന് പറയുന്നത് വളരെ വിഷമാണ്. ജീവിതം വിവിധമാണ്, വ്യക്തികളുടെ അനുഭവം ബഹുമുഖമാണ്. അപ്പോൾ ഓരോ അനുഭവത്തിനും പറ്റിയിട്ടുള്ള സാദൃശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവസാനം മനസ്സാണ് നമുക്ക് പ്രമാണം. തൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ശരിയെന്ന്. എനിക്കൊരു സന്ദർഭം ഓർമ്മ വരിക. ഞാനിതിന് മുൻപും പറഞ്ഞു കാണും, പക്ഷെ ഈ പ്രസക്തിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താണത്? സീത ഒറ്റയ്ക്കാണ്. എവിടെ? അശോകവനത്തിൽ. ഇപ്പുറത്തോ ശ്രീരാമനും ലക്ഷ്മണനും താമസിയാതെ സുഗ്രീവൻ്റെ സേനകളോടുകൂടി പലരോടും കൂടിയിട്ടാണ് അവർ. അപ്പുറത്തെ ഏകാകിനിയായ സീത ശത്രുവിൻ്റെ രാജധാനി അശോകവനത്തിൽ. രാക്ഷസിമാരാണ് ചുറ്റും. അവിടെ ഒറ്റയ്ക്കാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. എത്ര ആളാ രാക്ഷസിമാർ? എൻ്റെ അപ്പോ പ്രപ്പോർഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ തന്നെ ഇരിക്കുക. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. മിണ്ടാതെ ഇരിക്കണം, അനങ്ങാതെ ഇരിക്കണം. അത് ഒരു ദിവസമോ മണിക്കൂറോ ആണ്, അല്ല 11 മാസം. ആ 11 മാസത്തിൽ രാക്ഷസിമാർ പേടിപ്പിച്ച് മനസ്സ് മാറ്റാൻ നോക്കുക, പിടിച്ചു വിഴുകും. രാവണ രാജാവ് ചക്രവർത്തി പറയണത് നീ കേൾക്കണില്ലേ? നിനക്ക് ഇത്ര വലിയ ഹുങ്കാരോ? അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു കൂട്ടർ. ഇടയ്ക്കിടയ്ക്ക് രാവണൻ്റെ വരവും. എന്നിട്ട് രാവണൻ വന്ന്, ജാനകി നീ എന്നെ വേൾക്കണം, എൻ്റെ അന്തഃപുരത്തിലേക്ക് വരണം, അവിടെ നിനക്കുള്ള സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്, നീ വന്നാലേ അവിടെ അലങ്കൃതമാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് പലതും പറഞ്ഞ് ഇരക്കുക. അത് ധിക്കരിക്കുകയല്ല, ഇരക്കുകയാണ്, യാചിക്കുക. സ്ത്രീകൾ പലതിനെയും വെറുക്കും. പക്ഷേ നീ നല്ലവളാണ്, എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ മനസ്സിന് വലിയ കാര്യമാണ്. അവരോട് വേറെ ഒന്നും പറയാണ്ടിരുന്നാൽ മതി. ചിലപ്പോൾ വലിയ മോശമായിരിക്കും കാണാൻ, എന്നാലും നീയോ മഹാലക്ഷ്മിയാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ സീതയെ സ്തുതിച്ചുകൊണ്ടാണ് രാവണൻ്റെ വരവ്.
പേടിപ്പിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ഇരിപ്പ്. അപ്പോൾ പേടിക്കിടയിലും ഇപ്പുറത്ത് വരൂ വരൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നതിൻ്റെ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഈ സീത എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവർക്ക് ആരുണ്ടോ ഉപദേശിക്കാൻ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവണൻ കിരീടം കുമ്പിടിപ്പിച്ച നിലത്ത് തൊട്ടുകൊണ്ട സീതയോട് യാചിച്ചു അത്രേ, നീ വേണം എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ആയപ്പോൾ സീത എന്ത് വേണമെന്ന് ആലോചിക്കൂ. ഈ ആളാണെങ്കിൽ ഇത് നിർത്തുന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ദിവസം ആ സീത ഒരു പുൽക്കൊടി എടുത്തിട്ടിട്ടാണ് സംസാരിച്ചത്. എടാ രാവണ എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഈ സീതയ്ക്ക് ഇങ്ങനെ രാവണനോടൊരു പുൽക്കൊടിയാക്കി തീർത്ത് സംസാരിക്കാൻ തോന്നിയതിന് അവിടെ എവിടെയാണ് പ്രമാണം? അവിടെ വല്ല ശാസ്ത്രങ്ങളോ ഉപദേഷ്ടാക്കളോ വല്ലവരും അവിടെ അടുത്തുണ്ടോ? അവരുടെ മനസ്സിൽ തോന്നിയതാണ് അവർ ചെയ്തത്. ഒരു പുൽക്കൊടി അവിടെ എടുത്തിട്ട് എടാ രാവണ എന്ന് പറഞ്ഞ് ഒരിക്കലും ഞാനിതിന് വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ മുഖം നോക്കി സംസാരിക്കില്ലല്ലോ പതിവ്രതമാർ. അപ്പോൾ പുൽക്കൊടി അവിടെ രണ്ടാണ്. രാവണനോട് സംസാരിച്ചു എന്നല്ല, ആ ദശകണ്ഠനെ ഒരു പുൽക്കൊടിയാക്കി തീർത്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഇത്ര അധികം ആത്മബലം അവർക്ക് എവിടുന്ന് കിട്ടി? സംസാരിച്ച് തൻ്റെ മനോഗതം മനസ്സിലാക്കണം എന്ന് തോന്നിയത് അവിടെ മനഃപൂതം സമാചരേന്ന്, മനസ്സാണ് അവിടെ പ്രമാണം. നമുക്ക് ശാസ്ത്രങ്ങൾ വായിക്കാം, ഉദാഹരണങ്ങളും സാദൃശ്യങ്ങളും തേടാം, അതൊക്കെ ഉണ്ടെങ്കിലും അവസാനം നമ്മുടെ മനസ്സ് തന്നെയാണ് പ്രമാണം. കാളിദാസൻ പറയാണ്, സതാം ഹി സന്ദേഹപഥേഷു വസ്തുഷു പ്രമാണമന്തഃകരണ പ്രവൃത്തയഃ. സതാം ഹി, നല്ല മനുഷ്യർക്കുണ്ടല്ലോ, അനവധി വായിക്കൊന്നും വേണ്ട. സന്ദേഹപഥേഷു വസ്തുഷു, സന്ദേഹം സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളും മാർഗങ്ങളും തീരുമാനങ്ങളും പരിഗണനകളും ഒക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് പ്രമാണം എന്താ? പ്രമാണം അന്തഃകരണ പ്രവൃത്തയഃ, നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ആണ് പ്രമാണം. ഈ ശാസ്ത്രം മുഴുവൻ ആരെഴുതിയതാ? മനുഷ്യരാ. എഴുതിയത് കൈവിരലുകൊണ്ടാകാം, എഴുത്താണി ഉപയോഗിച്ച് ഇലകളുടെ നാരും ഞരമ്പും മുറിച്ച് എഴുതിയതാവാം. പക്ഷേ വിരലുകൾക്ക് എഴുതാൻ വെറുതെ പറ്റില്ല, നിർദ്ദേശം കൊടുക്കണം. അതിൽ അക്ഷരങ്ങളും ആശയങ്ങളും പദങ്ങളും ഖണ്ഡികകളും ലേഖനങ്ങളൊക്കെ ഉണ്ട്, കാവ്യങ്ങളുണ്ട്. അതൊക്കെ രൂപപ്പെട്ട് ആശയരൂപത്തിൽ വരുന്നത് എവിടുന്ന? മനസ്സിൽ നിന്നാണ്. അപ്പം സർവ്വശാസ്ത്രവും ജനിച്ചിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ആ മനസ്സ് നമുക്കുമുണ്ട്. ആ മനസ്സ് പവിത്രമായി പരിശുദ്ധമായി ഈശ്വരനോട് സമർപ്പിതമായി ജീവിക്കുകയാണെങ്കിൽ എന്ത് സന്ദർഭത്തിലും വേണ്ടത് നമ്മുടെ മനസ്സിൽ തോന്നും. തോന്നിക്കഴിഞ്ഞാൽ ഒരാളും നിങ്ങളോട് പറയില്ല. എനിക്ക് അതേമാതിരി ഒരു സന്ദർഭം മനസ്സിൽ വരികയാണ്. ശ്രീരാമൻ രാജ്യം ഭരിക്കുന്നു. രാവണയുദ്ധമൊക്കെ കഴിഞ്ഞ് അഗ്നിപ്രവേശം കഴിച്ച് സീതയെ കൂട്ടിക്കൊണ്ടുവന്ന് ഭംഗിയായി രാജ്യം ഭരിക്കുക. അപ്പോൾ ചാരന്മാർ പലയിടത്തും പോയി അന്വേഷിച്ചു വരുന്നു. ഒരു ദിവസം അന്വേഷിച്ചിട്ട് വന്ന് പറഞ്ഞതാണ് എന്ത്? അങ്ങയെ കളങ്കിതനായിട്ടാണ് പറയണതെന്ന്. അത് കേട്ട ഉടനെ രാമന് തോന്നി സീതയെ ഉപേക്ഷിക്കണമെന്ന്. ആ തോന്നലിൻ്റെ പിന്നിൽ ഒരു പ്രമാണവും വേറെയില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ചെയ്തതോ കടും കയ്യാണ്. അന്നും ഇന്നും നമ്മൾ പറയും കടും കയ്യാണ്. പക്ഷേ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാതെ പറ്റില്ല. അതിൻ്റെ പേരിലാണ് രാമനെ ആരാധിക്കുന്നത്. പലർക്കും രാമൻ ചെയ്തത് ശരിയായില്ല എന്ന് ഇന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ ലക്ഷ്മണനെ വിളിച്ച് പറയുക, നിങ്ങളാരും എന്നോടൊന്നും പറയരുത്, ഇതെൻ്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മിണ്ടരുത്. ലക്ഷ്മണ കൊണ്ടുപോയി വാൽമീകി മഹർഷിയുടെ കുടീരത്തിൻ്റെ അടുത്ത് കൊണ്ടാക്കി ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ള വാക്ക് പറഞ്ഞ് നിങ്ങൾ പോരുന്നു. അവിടെ രാമന് പ്രമാണം അതാ. അതുമാതിരി രാജധാനിയിൽ നിന്ന് പുറത്തു കിടന്ന് സുമന്ത്രൻ തേര് തെളിക്കാൻ പോവാണ്. ആ സമയത്ത് ദശരഥ ചക്രവർത്തി സുമന്ത്രനോട് നിർത്തൂ എന്ന് പറഞ്ഞു. രാമനോ നേരെ വിപരീത പറഞ്ഞത്. പിതൃവാക്യ പരിപാലനത്തിന് പുറപ്പെടുകയാണ്. എന്ത്? അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണം, സത്യമാക്കണം എന്ന് പറഞ്ഞു പോവാണ്. ആ പോകുന്ന സമയത്ത് സുമന്ത്രനെ വിളിച്ച് നിർത്തൂ, രാമനെ കൊണ്ടുപോവരുത് എന്ന് പറഞ്ഞപ്പോൾ രാമനകത്തുനിന്ന് പറയുക, സുമന്ത്ര നിർത്തരുത്, വേഗം തെളിച്ചു പോകണമെന്ന്. അവിടെ പിതൃവാക്യ ലംഘനമാണ്. അതെങ്ങനെ ചെയ്തു? പിതൃവാക്യ പാലനത്തിനുള്ള പ്രയാണത്തിൽ അച്ഛനിതാ പറയണു, മറ്റത് കൈകേയിക്ക് കൊടുത്തതാ. രാമൻ കേട്ടിട്ടില്ല. കൈകേയിയാണ് ആവശ്യപ്പെട്ടത്, അച്ഛൻ്റെ വാക്കാണെന്ന് പറഞ്ഞ്. ഇവിടെ അച്ഛൻ നേരിട്ട് പറയണത് കേൾക്കുന്നുണ്ട്, സുമന്ത്ര നിർത്തൂ എന്ന്. നിർത്തരുത് എന്ന് മകൻ. അതിനെന്താ പ്രമാണം? ദുഃഖാവസരങ്ങൾ നീട്ടിക്കൊണ്ടുപോകരുത്, വേണമെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല എന്ന് തന്നെ പറഞ്ഞോളൂ, പൊളി പറഞ്ഞോളൂ എന്നാണ് പറയണേ. ഇതൊക്കെയാണ് സതാം ഹി സന്ദേഹപഥേഷു വസ്തുഷു
പ്രമാണം അന്തഃകരണ പ്രവൃത്തയ. നമ്മുടെ അന്തഃകരണത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്കിതിനെല്ലാറ്റിനും പ്രമാണം. ഇപ്പോൾ ഞങ്ങളൊക്കെ സന്യസിക്കും. ഞാൻ ഇപ്പോൾ സന്യസിച്ചിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം മുതൽക്ക് തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായി. അപ്പോൾ സന്യസിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എല്ലാവരും ചെയ്യണതല്ല. എന്താ ചെയ്തേ? സന്യസിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ആലോചനകളുണ്ട്. ഗുരുവിനെ നാട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഗൃഹത്തിലുള്ളവരെല്ലാവരും തന്നെ ദീക്ഷ മേടിച്ചു. അവർ ധ്യാനിക്കാനും തപസ്സും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മടങ്ങിപ്പോയി. കുറേശ്ശെ ആയിട്ട് ഞാൻ എഴുതി തുടങ്ങി. എന്ത്? ഞങ്ങൾ സന്യസിക്കും. 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് ആ 3 കൊല്ലം പിന്നെ 2 കൊല്ലമാക്കി, 2 കൊല്ലം 1 കൊല്ലമാക്കി, 6 മാസമാക്കി, അവസാനം എപ്പോൾ വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞ് ഓരോരോ എഴുത്തയച്ച് സന്യസിച്ചു. ഞാൻ ആദ്യം തീരുമാനിച്ചത് സ്വഗൃഹത്തിലേക്ക് വരുന്ന, എന്നിട്ട് എൻ്റെ പരിവ്രജനം ഇവിടെയാണ്, കേരളത്തിലാണെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ഈ സന്യസിച്ച വീട് വിട്ടു പോവുക ചെയ്യുക. എനിക്കെന്താ തോന്നിയത്? ഒരാളോടും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഞാൻ തലമൊട്ടയടിച്ച് കാവ്യവസ്ത്രം ധരിച്ച് അച്ഛനമ്മമാരുടെ മുമ്പിലാണ് പോയി നിൽക്കാൻ പോണത്. കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അവിടെ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോഴേക്കും അവിടുത്തെ സ്ഥിതി എന്തായി? നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഭാവം എന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും കൂടി തീരുമാനിച്ചു, ഞങ്ങളും ഈ മാർഗം പിന്തുടരാൻ പോവാണ്. ഞങ്ങൾക്കൊരു കളങ്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, 10-25 ഏക്കറ. ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആവശ്യം. 2-3 കുട്ടികളുണ്ടെന്നുള്ളത് ശരിയാണ് അദ്ദേഹത്തിന്. ആ 3 കുട്ടികളോടുള്ള ചുമതല നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ അധ്യാത്മമാർഗം പിന്തുടരുന്ന 2 പേരും തീരുമാനിച്ചു. അപ്പം ഞാൻ പോയത് ശരിയോ തെറ്റോ എന്നുള്ളതിന് വേറെ പ്രമാണം വേണോ? ഇനി സാധാരണ സന്യസിച്ച വീട് വിട്ട് ഓടിപ്പോവുക ചെയ്യുക. എനിക്ക് തോന്നി, എന്തിനായി വീട് വിട്ട് ഓടിപ്പോണത്? നമ്മൾക്ക് ജന്മം നൽകിയ വീട്, നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന വീട്, സന്യാസ ബുദ്ധി ഉണ്ടാവാൻ കാരണമായതും കൂടി അവരാണ്. ആ അമ്മിഞ്ഞ കുടിച്ചിട്ടാണല്ലോ കിട്ടിയത്. അപ്പോൾ അവർ സന്യസിച്ച കുട്ടിയെ കണ്ടോട്ടെ, അതിലിപ്പോൾ എന്താ തെറ്റ്? അവിടെ പോയതുമാതിരി ഞാൻ അവിടുന്ന് വിട്ടുവരും ചെയ്തു. എൻ്റെ മനസ്സിലുള്ള അഭിപ്രായമാണ് എന്ത്? ജന്മദേശത്തും നമ്മുടെ കുടുംബ ബന്ധങ്ങളോടും കൂടി ഇരിക്കില്ല, ആ പുറത്ത് കിടക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി പുറത്ത് വന്നു. ഇവിടെ ഇപ്പോൾ നാരായണാശ്രമ തപോവനത്തിലാണ് കുറേ കാലമായിട്ട്. ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ പ്രമാണം അന്തഃകരണ പ്രവൃത്തയ. ഞാൻ ആദ്യകാലത്ത് കേരളത്തിൽ പരിവ്രജനം നടത്തുന്ന സമയത്ത് ചിലർ ചോദിക്കും, സ്വാമിജി എന്താ സന്യസിച്ചേ? വല്ല പെൺകുട്ടികളെയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് നിരാശയുണ്ടായിട്ടുണ്ടോ? അവരുടെ ചോദ്യം. പിന്നെ വേറെ എന്തുണ്ടായി? ഏതെങ്കിലും സ്നേഹിതന്മാരായിട്ട് വല്ല നിരാശ വന്നോ? ഒരു വസ്തു ഉണ്ടായിട്ടില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ മനസ്സൊരുവിധം നല്ല മനസ്സായിരുന്നു. ഭക്തിയുണ്ട്. ആ ഭക്തിയിൽ കൂടുതലൊരു മാനവും ഒരളവും ഒക്കെ കിട്ടി. ഒരു ഗുരുവിനെ കണ്ടു, ദീക്ഷ മേടിച്ചു, ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ആ ഉൾമേഖല വെളിപ്പെട്ടു. ആ മേഖല വെളിപ്പെട്ടതോടുകൂടി അതിൽ ആനന്ദമുണ്ട്, സംതൃപ്തിയുണ്ട്, സൗഭാഗ്യമുണ്ട്, സാഫല്യമുണ്ട്, മേന്മയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, എല്ലാം ഉണ്ട് എന്ന് തോന്നി. അങ്ങനെ അങ്ങോട്ട് വിട്ടു. നമ്മുടെ രാജ്യത്തിൽ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നതാണ് 4ാമത്തെ ആശ്രമം. അപ്പോൾ അതിലെന്താ തെറ്റ്? ഒരാളെങ്കിലും അങ്ങനെ സന്യസിച്ചാൽ കുടുംബത്തിന് എല്ലാറ്റിനും തന്നെ നല്ലതാണല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ 4-5 പേര് സന്യസിച്ചിട്ടുണ്ട്. ഒക്കെ ഈ തുറന്ന മനസ്സോടുകൂടി ഞാൻ പറഞ്ഞതുകൊണ്ടും സംസാരിച്ചതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കും, എന്താ സന്യസിച്ചത്, എന്താ കാരണം? അപ്പം ഞാൻ പറഞ്ഞു, അവസാനം അവരുടെ ഒരു അസ്ത്രം എന്താണെന്ന് വെച്ചാൽ, അച്ഛനമ്മമാരുടെ കാലം കഴിഞ്ഞിട്ട് പോരായിരുന്നു. അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത്? തൻ്റെ ഒരു മകൻ സന്യസിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ മകൻ സന്യസിച്ചിട്ട് എങ്ങനെ ഇരിക്കണു എന്ന് അറിഞ്ഞുകൊണ്ടവർ പോവല്ലേ നല്ലത്. അവസാനം ഞങ്ങളുടെ പൂർവാശ്രമത്തിലെ അച്ഛനും അമ്മയും സന്യാസം എടുത്തിട്ട് അതിന് ശേഷമാണ് പോയത്. അപ്പോൾ ഈ ഒരു രീതി ഉണ്ടല്ലോ, അത് പ്രമാണം അന്തഃകരണ പ്രവൃത്തയ. പല സന്ദർഭങ്ങളിലും എൻ്റെ 2 സഹോദരന്മാർ സന്യാസിമാരായിരുന്നു. 2 പേരും അത്യുജ്വലമായി തർക്കിക്കും. അപ്പം ഞങ്ങളുടെ തർക്കം ആകാശത്തിന് ഭേദിക്കുന്ന മാതിരിയുള്ള തർക്കവും നടന്നിട്ടുണ്ട്. ആ തർക്കത്തിലൊന്നും എൻ്റെ നിലപാട് ഞാൻ വിടാറില്ല. അപ്പോൾ പുരുഷോത്തമ സ്വാമിജി എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, സ്വാമിജിക്ക് എന്താ അഭിപ്രായം? നീ എന്ത് പറഞ്ഞാലും നീ പറയുന്നതിലൊരു അനന്യതയുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കാറുണ്ട്. അപ്പോൾ പ്രമാണം അന്തഃകരണ പ്രവൃത്തയ മനഃപൂതം സമാചരേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കൂ. ആ മനസ്സിനെ നിഷ്കളങ്കമാക്കി വയ്ക്കൂ. അതിൽ ഒരു വിധത്തിലുള്ള കളവോ കോറലോ പോറലോ ഇല്ലാതെ നോക്കൂ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തുവരും? ആ മനസ്സ് തന്നെ നിങ്ങൾക്ക് കാലാകാലത്ത് വേണ്ട നിർദ്ദേശങ്ങൾ തരും. എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നിയാൽ ഈ വെറുപ്പ് ശരിയാണോ? മനസ്സിൽ തോന്നുന്നതിൻ്റെ വിപരീതമിട്ട് ചിന്തിക്കുക. വിപരീതമിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കിത് വേണം, ഇത് വേണം,
ഇപ്പോൾ ഇതില്ലെങ്കിൽ എന്താ വിരോധം? അപ്പം നമ്മുടെ മനസ്സ് ഇല്ലെങ്കിൽ എന്താ വിരോധം എന്ന് ചിന്തിക്കാൻ അതിന് ക്ഷമയും സൗമ്യതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പിടിച്ചുവലിയില്ല എന്നർത്ഥമാണ്. അതുമാതിരി വെറുക്കണം. എന്താ ഈ വെറുപ്പ് തോന്നണേ എൻ്റെ മനസ്സിൽ? വെറുക്കേണ്ട ആവശ്യം എന്താ? ആളുടെ പാട്ടിലിരുന്നോട്ടെ. സ്നേഹിച്ചടുത്ത് ചെന്നില്ലെങ്കിലും വെറുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെറുപ്പുള്ളതിനോട് പോലും ഒരു സഹിഷ്ണുത നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആ മനസ്സ് കളങ്കമില്ലാത്തതാണ്. ഈ ലോകത്തിൽ അനവധി ആൾക്കാരുണ്ടാവും, എല്ലാം ലോകത്തിൽപ്പെട്ടതാണ്, നമ്മൾ ഈ ലോകത്തിൻ്റെയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ 10 അംഗങ്ങളുണ്ട്, അതിലെല്ലാവരും നല്ലവരല്ല, കുറച്ചൊക്കെ പൊളി പറയുന്നവരാ. ഒക്കെ നിങ്ങളുടെ കുടുംബാംഗങ്ങളല്ലേ? പൊളി പറയുന്ന സഹോദരനല്ലേ? അതുപോലെ പൊളി പറയുന്ന ഒരു സമാജ അംഗവും നമ്മുടെ സഹോദരൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് വരണം. അങ്ങനെ വിശാലതയും ക്ഷമയും വന്നാലോ കാര്യങ്ങൾ വളരെ നന്നായി വളരെ കേമാവും. അതാണ് നമുക്ക് ആവശ്യം. മൗനാനിഹാനിലായാമ ദണ്ഡാവാഗ്ദേഹചേതസാം നഹ്യേതേ യസ്യ സന്ത്യംഗ വേണുഭിർ ന ഭവേദ്യതി. വളരെ കഠിനമായിട്ടുള്ള വിമർശനമാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. എന്താ? മൗന അനീഹ അനിലായാമാഹ. കാമ്യകർമ്മങ്ങൾ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മൗനം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നിലയ്ക്ക് വായ കൊണ്ട് മിണ്ടാതിരിക്കുക. ആ വായ നിശ്ചലമായിരിക്കുന്നത് പോലെ മനസ്സും നിശ്ചലമാവണം, ബുദ്ധിയും നിശ്ചലമാവണം. അപ്പോഴാണ് മൗനം പൂർണ്ണമാകുന്നത്. ശങ്കരാചാര്യര് പറയുകയാണ്, എന്താണ് അധ്യാത്മ സാധന? പാണ്ഡിത്യ ബാല്യ മൗനാഖ്യാനി സാധനാനി സാധിതവ്യാനി. എന്താണ്? പാണ്ഡിത്യ ബാല്യ മൗനാഖ്യാനി സാധനാനി. 3 എണ്ണാണത്രേ സാധന. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം നല്ലപോലെ വായിച്ച് ആ ശാസ്ത്രങ്ങളുടെ നിലപാടും നിർദ്ദേശങ്ങളും അവ സൂചിപ്പിക്കുന്നതായ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും എല്ലാം ഗ്രഹിച്ച് സമ്പന്നനായിരിക്കുക. വിഡ്ഢിയാവരുതെന്ന്, അറിവുള്ളവനാവണം. കുട്ടിയെ പോലെ ശിശു സദൃശമായിരിക്കുന്ന ഒരു നേർമ നമ്മുടെ മനസ്സിലുണ്ടാവണം പെരുമാറ്റത്തിന്. മൗനം എന്ന് പറഞ്ഞാൽ നിർവികൽപ്പ സമാധി. അപ്പം മൗനം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. അനീഹം എന്ന് പറഞ്ഞാലോ ആഗ്രഹങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്വഭാവം, കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക. അനിലായാമ, നമ്മുടെ പ്രാണായാമം സ്വതവേ നടക്കുന്നതാണ്. ശ്വാസത്തിൻ്റെ ആ അകത്തേക്കുള്ള പോക്കും ഉച്ഛ്വാസ നിശ്വാസങ്ങൾ, അതിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി ആ പോക്കിനെയും വരവിനെയും ഒന്ന് നിയന്ത്രിച്ച് നമ്മുടെ ഇഷ്ടത്തിനാക്കുക, സമമാക്കി തീർക്കുക. അകത്തേക്ക് എടുക്കുന്നത് എളുപ്പം നടത്തുക, പുറത്തേക്ക് വിടുന്നത് പതുക്കെ വിടുക, മൂക്കുകൾ അന്യോന്യം മാറ്റി നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അതിനാണ് പ്രാണായാമം എന്ന് പേര്. അത് അനവധി തരമുണ്ട്. മൗനാനിഹാനിലായാമ ദണ്ഡ വാഗ് ദേഹചേതസാം. ഈ 3 എണ്ണം എന്തിനാ? വാക്കിനും ദേഹത്തിനും മനസ്സിനുമുള്ളതാണ് 3 എണ്ണം. മൗനം എന്ന് പറയുന്നത് വാക്കിനുള്ള നിയന്ത്രണമാണ്, അച്ചടക്കമാണ്. ദേഹത്തിനുള്ള അച്ചടക്കമാണ് കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ നിഷ്കാമ കർമ്മങ്ങളെ ചെയ്യൂ എന്ന് പറയുന്നത്. ദേഹമാണല്ലോ പ്രവർത്തിക്കുന്നത്. പ്രാണായാമമാകട്ടെ മനസ്സിനുള്ളതാണ്. മനസ്സ് എന്ന് പറയുന്നത് ദ്രവ്യാതീതമാണ്, സൂപ്രാ മെറ്റീരിയലാണ്. ചേതനയുടെ ഒരു പ്രകടനമാണത്. ചേതന എന്ന് പറയുമ്പോൾ ദ്രവ്യ ഓർജങ്ങളല്ല, ബാഹ്യവുമല്ല, ഭൗതികവുമല്ല, ഗ്രോസ സ്ഥൂലവുമല്ല. അപ്പം അതിസൂക്ഷ്മമായിരിക്കുന്ന ചേതനയുടെ പ്രവർത്തന സ്വരൂപങ്ങളാണ് ഈ മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയുന്നത്. ആ മനസ്സിനെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കും എന്ന് ചോദിച്ചാൽ ഈ ശ്വാസത്തിനും മനസ്സിനും കൂടി വലിയ ബന്ധമാണ്. ഇപ്പം നിങ്ങൾ വെറുതെ ഈ ശ്വാസം ഒന്ന് അടക്കി, മൂക്ക് തൊടാതെ ഒന്ന് അടക്കി പിടിച്ചു നോക്കൂ. കുറച്ചും കൂടെ എടുക്കുക. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുക. എന്നിട്ടത് പുറത്തേക്ക് വിടാതെ ഒന്ന് പിടിച്ചു നോക്കൂ. ആ പിടിക്കുന്ന സമയത്ത് ഒരു തരത്തിലും നിങ്ങളുടെ മനസ്സ് ചിന്തിക്കില്ല അവിടെ. അപ്പോൾ ഈ മനസ്സിനും ശ്വാസത്തിനും തമ്മിൽ വലിയ ബന്ധമാണ്. ഈ ശ്വാസം സമമായി പുറത്തു പോയി അകത്തേക്ക് വന്നു. ഇത് രണ്ടും സമമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും ഒരു സാമ്യം വരും. ഒരു മരമുണ്ട്. ആ മരം 2ആയിട്ട് തിരിഞ്ഞ് 2 കൊമ്പായിട്ട് അങ്ങനെ തടിയായിട്ട് വലുതായി പോവാം. അപ്പോൾ തുടക്കത്തിൽ അത് ഒരു വേരിൽ നിന്ന് ഒരു തടിയായി വന്നു. വിരിയുന്ന സമയത്ത് 2 തടിയായി പോയി. അങ്ങനെ ഒരു വേരിൽ നിന്ന് 2 തടി പുറപ്പെടുന്നത് പോലെയാണ് ഒരു അന്തരാത്മാവിൽ നിന്ന് ചിത്തം എന്ന് പറയുന്ന ജ്ഞാനഭാവം, ക്രിയ എന്ന് പറയുന്ന പ്രാണൻ, ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ പരസ്പരം വലിയ ബന്ധമാണ്. അപ്പോൾ ഈ പ്രാണനിൽ കൂടി നമുക്ക് മനസ്സിനെ പിടിക്കാൻ സാധിക്കും.
അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞാൽ അത് വെറും ശ്വാസത്തെ സംബന്ധിച്ച ഒരു എക്സസൈസ് അല്ല. നേരെ മറിച്ച് അത് മനസ്സിനെയും കൂടി കടന്ന് ക്രമീകരിച്ചെടുക്കാൻ, മെരുക്കിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ്, ഒരു മീൻസാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നഹ്യേതേ യസ്യ സന്ധ്യംഗ, ഏതേ ഈ പറഞ്ഞ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, യസ്യ ന സന്ധി, ആർക്കാണോ ഈ 3ഉം ഒരു പതിവ് നിഷ്ഠയായിട്ടില്ലാത്തത് ആ ആളെ പറ്റി എന്ത് പറയണം? വേണുഭിർ ന ഭവേദ്യതി. കയ്യിൽ ഒരു ദണ്ടുണ്ട്, ഒരു കമണ്ടലും ഉണ്ട്, കഴുത്തിൽ രുദ്രാക്ഷമാലയുണ്ട്, കുറെ ഭസ്മവും പൂശിയിട്ടുണ്ട്, കാവി ഉടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ താടിയും തലയും വളർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ആള് യതി ആവില്ല, സന്യാസി ആവില്ല. യതി എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അർത്ഥം നിയന്ത്രിത ചിത്തൻ, നിയന്ത്രിത പ്രവൃത്തൻ എന്നാണ് അർത്ഥം. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരവും നമ്മുടെ ആലോചനയും എല്ലാം നിയന്ത്രണ വിധേയമായിരിക്കണം. അതിനൊരു അച്ചടക്കം, ഒരു ക്രമീകരണം, ഒരു പവിത്രത, ഒരു സമ്പന്നത, ഒരു ധന്യത അതിനുണ്ടാവണം. എപ്പോൾ നോക്കിയാലും തൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ ധന്യവും സമ്പന്നവും സമ്പുഷ്ടവും ഉദാത്തവുമാക്കാനുള്ള ഒരു സ്ഥിര പ്രയത്നമുള്ളവനെയാണ് യതി എന്ന് പറയുക. വൺ ഹൂ കോൺസ്റ്റൻ്റ്ലി സ്ട്രൈവ്സ് ഈസ് കോൾഡ് എ സ്ട്രൈവർ ഓർ എ യതി. അപ്പോൾ എപ്പോഴും നിയന്ത്രിതമായിരിക്കുന്ന ജീവിതമാവണം. അങ്ങനെ നിയന്ത്രണമില്ലെങ്കിൽ ആ ആള് എന്തെല്ലാം വേഷഭൂഷണം കൊണ്ട് നടന്നാലും ഒരു കാര്യവുമില്ല. മൗനാനിഹാനിലായാമ ദണ്ഡാവാഗ്ദേഹചേതസാം നഹ്യേതേ യസ്യ സന്ധ്യംഗ വേണുഭിർ ന ഭവേദ്യതി. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യാൻ വർജയം ശരേത് സപ്താകാരാൻ അസംക്ലിപ്താൻ തുഷ്യേല്ലബ്ധേന താവതാ. സന്യാസിമാർക്കും അവരുടെ ജീവിതനിഷ്ഠയുണ്ട്. അവരെല്ലാം വിട്ടിട്ട് നടക്കുന്നവരാണ്, സമ്മതിച്ചു. പക്ഷേ അവരുടെ നിഷ്ഠ എവിടെയാ? അവരുടെ ആ നടത്തത്തിലും അവരുടെ ആഹാര വിഷയങ്ങളെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചുമാണ്. ബാഹ്യമായിട്ടുള്ളത് ഒന്നിനോടും ബന്ധപ്പെട്ടതല്ല. തൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നതാണ്, നിർഭരമാണ് അവരുടെ നിഷ്ഠ. അപ്പോൾ അവർ ഭിക്ഷ എടുത്ത് കഴിയണം. എവിടെയാണ് ഭിക്ഷയ്ക്ക് പോവുക? ചതുർഷു വർണ്ണേഷു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 4 വർണ്ണങ്ങളാണല്ലോ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയും. അതിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർ 3 പേർക്കുമുണ്ട് വേദാധ്യയനം, അതിനു വേണ്ടിയിട്ടുള്ള ഉപനയനം. ശൂദ്രന് മാത്രമേ അതില്ലാത്തതുള്ളൂ. അത് 4ാമത്തെ ആശ്രമമാണ്. ഈ 4 ആശ്രമവും ഒരുപോലെ ഈശ്വരാംശങ്ങളാണ്. ഇപ്പോൾ ഈശ്വരനെ ഒരു ശരീരമായി ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ 4 വിഭാഗക്കാരും ആ ശരീരത്തിൻ്റെ 4 ഭാഗങ്ങളാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെയാണ് നാം നികൃഷ്ടം കൊള്ളരുതാത്തത് എന്ന് പറയാൻ പറ്റുക? കാല് 2 എണ്ണമുണ്ട്. ആ കാലുകൊണ്ടാണ് നമ്മുടെ നടത്തം, ഇരുത്തം ഒക്കെ നടക്കുന്നത്. അപ്പം അത് വളരെ പ്രധാനമല്ലേ? തല കൊണ്ട് നാം ആലോചിക്കുന്നു, കൈ കൊണ്ട് പിടിക്കുന്നു, തൊടയിലാണ് നമ്മുടെ വലിയ ഭാരം, അരക്കെട്ടിന് മുകളിലുള്ളതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലേതാ നമുക്ക് വർജ്യം? എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. എല്ലാം ഒരുപോലെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം തലയാവാൻ പറ്റുമോ? എത്ര തലയോട് കൂടിയിരിക്കും? തല മാത്രം എന്ത് ചെയ്യാൻ പറ്റും? കാലില്ലെങ്കിൽ. കാല് മാത്രമായാൽ പോരാ, അതിനെ എടുത്തു വയ്ക്കാനായിട്ട് നിർദ്ദേശം കൊടുക്കാനൊരു തല വേണം. ഹാർട്ടിനും ലങ്സിനും കൂടി അതാതിൽ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ബുദ്ധിയിൽ നിന്ന് കോൺഷ്യസ് സിഗ്നൽസ് വേണം എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. എന്തിനാണ് ഞാനിവിടെ പറഞ്ഞത്? ഒരു സന്യാസി ഏറ്റവും പവിത്രമായ ജീവിത രീതിയാണ്. അദ്ദേഹം പോയി ഭിക്ഷ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമാണ്. സന്യാസി ഭിക്ഷയ്ക്ക് പോയി എന്നുള്ളതല്ല അവിടെ കാര്യം. സന്യാസി നമ്മുടെ അടുത്ത് ഭിക്ഷയ്ക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനം. ഓ, ദാ സന്യാസി എൻ്റെ അടുക്കലേക്ക് ഭിക്ഷ മേടിക്കാൻ വന്നിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി, ഒരവസരമായി, ഒരു പുണ്യാനുഗ്രഹമായി കണക്കാക്കണം നമ്മൾ. ഒരു ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്താൽ, പുഷ്പാഞ്ജലി നടത്തിയാൽ അതിന് എത്ര അനുഗ്രഹശക്തിയുണ്ടോ, ധന്യത്വമുണ്ടോ, അതിനേക്കാൾ എത്രയോ മേലെയാണ് ഒരു സന്യാസി നമ്മുടെ വീട്ടിൽ വന്ന് കയറി ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് ഭിക്ഷ യാചിക്കുക, ഭിക്ഷ ചോദിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഭിക്ഷ എടുക്കാനായി ചതുർഷു വർണ്ണേഷു എന്നാണ് പറയുന്നത് കൃഷ്ണൻ. 4 വർണ്ണങ്ങളിലും പോവാം. ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എങ്ങനെ പോകുന്നുവോ അതുപോലെ തന്നെ ഒരു ശൂദ്രഗൃഹത്തിലും പോകാം, ക്ഷത്രിയ വൈശ്യഗൃഹങ്ങളിലും പോവാം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവിടെ? ഒരു വ്യത്യാസവും ഇല്ല.
ഇനി ശൂദ്രനാണ് എന്ന് പറഞ്ഞ് ആ ആൾ താഴ്ന്നവനാണ്, അധകൃതനാണെന്ന് നിങ്ങൾ ഒരൊറ്റ ആളും പറയരുത്, വിചാരിക്കരുത്, ബാക്കിയുള്ളവരെ ധരിപ്പിക്കരുത്. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യാൻ വർജയം ശരേത്. അവിടെ ചിലത് ഒഴിവാക്കണം. ഈ ഒഴിവാക്കേണ്ടത് എന്താ? നിന്ദ്യമായിരിക്കുന്ന പ്രവൃത്തിയോ ഹീനമായിരിക്കുന്ന പ്രവൃത്തിയോ ആരാര് ചെയ്യുന്നുവോ ആ വീട്ടിൽ പോണ്ടാന്ന്. ഈ ഹീനപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? അത് പറയുമ്പോഴാണ് നമുക്ക് വിഷമം വരിക. ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത് എന്നൊരൊറ്റ വാക്കുകൊണ്ട് ധർമ്മശാസനം മുഴുവനും ഒതുക്കിയിരിക്കുന്നു. ശ്രൂയതാം ജ്ഞാന സർവസ്വം ശ്രുത്വാ ചൈവ അവധാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ധർമ്മശാസ്ത്രങ്ങൾ മുഴുവനും ഞാനിതാ ഒതുക്കി അരശ്ലോകം കൊണ്ട് പറയാം, കേട്ടോളൂ എന്ന്. അത് കേട്ട് നല്ല പോലെ ധരിച്ചോളൂ. എന്താണത്? ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. തനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നത്, താൻ ഇഷ്ടപ്പെടാത്ത സംഗതി വേറെ ഒരാൾക്ക് നാം അടിച്ചേൽപ്പിക്കരുത്, സൂത്രത്തിലോ തെളിഞ്ഞോ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായി? വല്ലവരും നിങ്ങളുടെ അടുത്ത് വന്ന് പൊളി പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അവൻ പൊളിയേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പൊളി പറയാമോ? പാടില്ല. നിങ്ങളുടെ മുതൽ നിങ്ങളുടെ സമ്മതം കൂടാതെ ഒരാൾ തട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പം മറ്റൊരാളുടെ മുതലും അവരുടെ സമ്മതം കൂടാതെ നാം എടുത്തുകൊണ്ട് വരരുത്. അതാണല്ലോ കളവ് എന്ന് പറയുന്നത്. നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. മറ്റുള്ളവരെയും ചീത്ത പറയരുത്. നിങ്ങളെ അടിച്ചാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല. മറ്റുള്ളവരെയും അടിക്കരുത്. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരാളൊരു സാധനം മേടിച്ചു, വായ്പ മേടിച്ചുകൊണ്ട് പോയി, അത് തിരിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ല. നിങ്ങൾ എന്തെങ്കിലും വായ്പ മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാതെ ഇരിക്കരുത്, അത് ശരിക്കും കൊടുക്കണം. ഇങ്ങനെ തൊട്ടതിന് 90 ഈ ഒരൊറ്റ പ്രയോഗം മതി, ഈ മാനദണ്ഡം മതി. അപ്പം നിന്ദ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമാവാം. ഇപ്പോൾ ഒരു ഉദാഹരണം, മാംസം കച്ചവടം ചെയ്യുന്ന ഒരു ഗൃഹമാണെന്ന് വയ്ക്കുക. ആഴ്ചകൾ തോറും ഒരു മൃഗത്തിനെ കൊന്ന് അതിൻ്റെ പല ഭാഗങ്ങളും റോട്ടിൽ കൊണ്ടുപോയി കെട്ടിഞ്ഞാത്തി എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു. ചെയ്യണത് എന്താ? ഒരു മൃഗത്തിനെ കൊല്ലുക. ആ മൃഗത്തിന് ഇഷ്ടമാണോ? അതിനോട് ചോദിക്കൂ, നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുന്നുണ്ട്, നിനക്ക് ഇഷ്ടമാണോ പോത്തെ എരുമേ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ പോത്ത് എന്ത് മറുപടി പറയും? നിങ്ങളെ വെട്ടിക്കൊല്ലാൻ വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതെ, നിങ്ങളെ വെട്ടാൻ പോവുക, ഞാൻ നിങ്ങളുടെ മാംസം എടുത്ത് വിൽക്കാൻ പോവുക, അതുകൊണ്ട് കഴുത്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുമോ? കാണിച്ചു കൊടുക്കില്ല, കൊടുക്കില്ല. വളരെ പ്രധാനമാണത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹീനപ്രവൃത്തികൾ, കളവ് ചെയ്ത് നടക്കുന്നവൻ, പോക്കറ്റ് അടിക്കാരൻ, ചീട്ട് കളിക്കുന്നവൻ, ശരിയല്ലാത്ത മാർഗത്തിൽ പണം സമ്പാദിച്ച് എത്ര വലിയ കുടീരോ അല്ലെങ്കിൽ ബംഗ്ലാവോ കെട്ടിക്കോട്ടെ, ഒരു സന്യാസി ഭിക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അറിയാമെങ്കിൽ അവിടെ ഒന്നും പോകരുത്.